ഇന്ന് സംഭവിച്ചതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ തെറ്റ് സമ്മതിച്ച BLO അമ്പിളി കിടപ്പ് രോഗിയായ അന്നമ്മയുടെ വോട്ട് ചെയ്യിക്കാനാണ് പോയതെന്നും ക്രമനമ്പർ എഴുതിയപ്പോൾ തെറ്റുപറ്റിയെന്നും അമ്പിളി പറഞ്ഞു. കള്ളവോട്ട് ചെയ്യിച്ചിട്ടില്ലെന്നും BLOയുടെ വിശദീകരണം. ഡെപ്യൂട്ടി കളക്ടർ BLOയുടെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തി. പക്ഷെങ്കിൽ സീരിയൽ നമ്പർ എഴുതിയത് എനിക്ക് തെറ്റിപ്പോയതാണ്. ഒരു വീട്ടിലെ അമ്മായിയമ്മയുടെയും മരുമോടെയും പേര് അന്നമ്മയെന്നായിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിന് 66 വയസ്സാണ്. 66 വയസ്സ്. അവർ കിടപ്പ് രോഗിയാണല്ലോ, അവർക്കും ഈ 12D ഫോം കൊടുക്കുമല്ലോ എന്നുള്ള എൻ്റെ ആ തെറ്റിദ്ധാരണ കാരണം എനിക്ക് പറ്റിയ അബദ്ധമാണ്. 12D ഫോം പൂരിപ്പിച്ചപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവ. 6 വർഷം മുമ്പ് മരിച്ച മെഴുവേലി സ്വദേശി അന്നമ്മയുടെ പേരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എസ് ശ്യാംകുമാറിന്റെ വിശദാംശങ്ങളുമായി. ശ്യാം, എന്താണ് ഇത്തരത്തിലൊരു പിഴവ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് നടക്കാൻ ഇടയായ സാഹചര്യം? ഇതിൽ LDFന്റെ പരാതിയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉടൻ നടപടി ഉണ്ടാകില്ലേ, പ്രത്യേകിച്ച് BLO ഈ വീഴ്ച സമ്മതിക്കുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ? തീർച്ചയായും BLO പറഞ്ഞതിൽ വീഴ്ച മാത്രമല്ല, ഒരു കള്ളത്തരം കൂടിയുണ്ട്. കാരണം കിടപ്പ് രോഗിയെന്ന് BLO അവകാശപ്പെടുന്ന ആൾ ആ പ്രദേശത്ത് ഇന്ന് പോലും പള്ളിയിൽ പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് കിടപ്പ് രോഗിയായി മാറുന്നത് എന്നുള്ളത് BLO സ്വാഭാവികമായും വിശദീകരിക്കേണ്ടി വരും. BLOയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് കള്ളം കൂടിയാണെന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് കിടപ്പ് രോഗിയായ ഒരാൾ എന്ന് പറയുമ്പോൾ അവർക്ക് കിടപ്പ് രോഗിയല്ല എന്ന് BLO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ആ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യമാണ്. ഇത് തന്നെയാണ് BLOയുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. രണ്ടാമത്, മരിച്ച 6 വർഷമായ ആളുടെ പേരിലാണ് തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനായിട്ട് അപേക്ഷ നൽകിയിരുന്നത്. അത് മറ്റൊരു തെറ്റായിരുന്നു. ഏതായാലും ഈ 2 തെറ്റിലുമാണ് കള്ളവോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മരിച്ച ആളുടെ പേരിൽ 6 വർഷം മുമ്പ് മരിച്ച ആളുടെ പേരിൽ കള്ളവോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. ഏതായാലും ഇത് നിലവിൽ കണ്ടുപിടിക്കുകയും BLO തന്റെ തെറ്റ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഡെപ്യൂട്ടി കളക്ടറാണ് ഇപ്പോൾ മൊഴിയെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്യാംകുമാർ, ഇതിനകത്തിൽ ഒരു കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിനെതിരെ കൂടി ആരോപണം ഉയരുന്നുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഇതിനകത്തിലെ ഇൻവോൾവ്മെന്റ്? നിലവിൽ LDF നൽകിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് BLOയും കോൺഗ്രസിന്റെ മെഴുവേലി 1-ാം വാർഡ് മെമ്പറും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ആ കള്ളവോട്ട് ചെയ്യിക്കാനായിട്ട് അവിടെ പോയ ആൾ മരിച്ചിരുന്നു എന്നുള്ളത് മെമ്പർക്കുൾപ്പെടെ അറിയാമായിരുന്നു. പക്ഷേ മെമ്പറുടെ ഉൾപ്പെടെ ആ സാന്നിധ്യം ആ പരിസരത്തുണ്ടായിരുന്നു. ഇതിൽ ഗൂഢാലോചന നടന്നു. അതുകൊണ്ട് തന്നെ മെമ്പറെ ഉൾപ്പെടെ പ്രതിയാക്കി കേസ് എടുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ LDFന്റെ ബൂത്ത് കമ്മിറ്റി ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ നടന്ന ഗൂഢാലോചന അതിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം കിടപ്പ് രോഗി എന്നിപ്പോൾ BLO അവകാശപ്പെട്ടയാൾ കിടപ്പ് രോഗിയല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, മരിച്ച 6 വർഷം കഴിഞ്ഞ ആളുടെ പേരിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട് അപേക്ഷ നൽകിയിരുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന വീഴ്ച ഗൗരവകരമാണ്. അത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായതല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഈ വീഴ്ച ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, മരിച്ചയാളുടെ പേര് ക്രമപ്പട്ടികയിൽ നിന്നും മാറ്റേണ്ടതും BLOയുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതിന് ശ്രമിച്ചില്ല എന്നുള്ളതും മരിച്ചയാളുടെ പേരിൽ വോട്ടിന് അപേക്ഷ നൽകി എന്നുള്ളതും വോട്ട് ചെയ്തു എന്നുള്ളതുമൊക്കെ ഈ ക്രമക്കേടിന്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ്. ശരി, ഏതായാലും വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ പലയിടങ്ങളിലും ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് പത്തനംതിട്ട മെഴുവേലിയിലാണ്. മരിച്ചുപോയ ആളുടെ പേരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പരിശോധിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാവരുടെയും സമനില തെറ്റി എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അസുഖമല്ല. ശരിക്കും അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. അല്ല ഞങ്ങളുടെ ആരുടെ സമനില തെറ്റിയത്. തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റിയതാണ് എന്ന് ഒരാൾ വിചാരിച്ചാലോ? നിങ്ങൾ കണക്ക് പരിശോധിച്ചോ.
അദ്ദേഹം ഈ സമീപകാലത്ത് തന്നെ എത്ര പ്രാവശ്യം എത്ര പേരുടെ സമനില തെറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന്. അതുപോലെ ഞാൻ നുണ പറഞ്ഞെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിയാണ് നട്ടാൽ കുറിക്കാത്ത പച്ചക്കള്ളം പറഞ്ഞത്. ആദ്യം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? CA പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കോൺഗ്രസ് MP-മാർ കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി, അവർ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ ഞാൻ, ശശി തരൂര്, NK പ്രേമചന്ദ്രൻ, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ബാക്കിയുള്ള കപിൽ സുബലൊക്കെ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള അംഗങ്ങൾ, കോൺഗ്രസിന്റെ അംഗങ്ങൾ അതിൽ ചർച്ചയിൽ പങ്കെടുത്തത് അതിന്റെ വീഡിയോ അയച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. പിന്നെ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പൗരത്വ നിയമം എടുത്തപ്പോൾ വിദേശത്തായിരുന്നു. പിന്നെ പൗരത്വ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഹാജരായി. വിദേശത്തൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹാജരായി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. പച്ചക്കള്ളം പറഞ്ഞ ആരാ? നട്ടാ കുറിക്കാത്ത നുണ പറഞ്ഞ ആരാ? പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തില്ല എന്ന് പറഞ്ഞു. 2019 കഴിഞ്ഞിട്ട് അന്ന് മുതൽ പൗരത്വ നിയമത്തെ എതിർക്കല്ലേ കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ, ഞാൻ നിങ്ങളെ വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം, നാഷണൽ മീഡിയയിൽ 2019 മുതൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ, അതിനെതിരായി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നടത്തിയ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ. ഇപ്പോ എന്താ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ, പൗരത്വ നിയമം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഇല്ലാതാക്കും, ആ നിയമം ഇല്ലാതാക്കും എന്ന് പറയില്ലേ. എന്നിട്ട് മുഖ്യമന്ത്രി 35 ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് നുണ പറയുന്നത്. പിന്നെ അതുപോലെ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല, പുതിയ മുദ്രാവാക്യമാണ്. എന്താണ് ഇടതിന് ഇന്ത്യയിൽ കാര്യം? ഇന്ത്യ എന്നുള്ള ആശയത്തോട് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിച്ചിട്ടുള്ളത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരിദിനമായി ആചരിച്ചു. ഒരു ഗവൺമെന്റ് ആരംഭിച്ച് ഇന്ത്യ ഒന്ന് പച്ച പിടിച്ച് അതിന്റെ ഏറ്റവും ബാല്യനാളുകളിൽ ഇവർ കൽക്കട്ട തീസിസ് കൊണ്ടൊന്ന് രാജ്യത്ത് അട്ടിമറി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. ഈ സംഘപരിവാർ ശക്തികളെക്കാൾ കൂടുതൽ, ഹിന്ദു മഹാസഭയേക്കാൾ കൂടുതൽ ഗാന്ധിജിയെയും നെഹ്റുവിനെയും രൂക്ഷമായി വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഇവർ ഈ 2021 ആദ്യമായി ദേശീയ പതാക പാർട്ടി ഓഫീസിൽ ഉയർത്താൻ തീരുമാനിച്ചത്. ഈ 2021 അതായത് 73 വർഷം കഴിഞ്ഞിട്ട്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട്. ഇന്ത്യ എന്നുള്ള ആശയത്തെ ഏത് കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോട് യോജിച്ച് നിന്നിട്ടുള്ളത്? അവരും ഈ ഹിന്ദു മഹാസഭയും ഈ ഹിന്ദുത്വ ശക്തികളും എല്ലാം അന്ന് കോൺഗ്രസിനെതിരായിരുന്നു. അവരെല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ, RSSന്റെ വോട്ട് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല, ചില സമയത്ത് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ RSSന്റെ വോട്ട് തേടി ജയിച്ച് ജനപ്രതിനിധിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. എന്നിട്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെ സംസാരിക്കുക. അപ്പൊ ഇടതില്ലെങ്കിൽ ഇന്ത്യ എന്ത് സ്ഥാനമാണ് ഇടതിനുള്ളത്? കോൺഗ്രസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ, വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് ഒറ്റ മറുപടിയുണ്ട്, ഫാസിസ്റ്റ് വിരുദ്ധ, വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താ? ഒറ്റ മറുപടിയാണ് ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസ് ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്ത് പ്ലാറ്റ്ഫോം? അതാണ് ഞങ്ങളുടെ ചോദ്യം. പിന്നെ ഇവരാണ് ഇപ്പോ മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തിയത് ആരാ? പറയുന്നൊന്നും ആരും മറക്കണ്ട. 1987 യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വന്നത് ആരാ? എന്തെല്ലാം കേസുണ്ട്? ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ആ സമരത്തിലെ കേസുകൾ പിൻവലിക്കുന്നതുകൊണ്ട് എത്ര കേസ് പിൻവലിച്ചു? തമിഴ്നാട് ഗവൺമെന്റ് ക്യാബിനറ്റ് യോഗം തീരുമാനിച്ച് മുഴുവൻ കേസുകളും പിൻവലിച്ചു. ഇവിടെ ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. പൗരത്വ നിയമത്തോട് സ്നേഹമുള്ള ആള് എന്തുപറ്റി കേസ് പിൻവലിക്കായിരുന്നത്? BJPയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ? UPA ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഈ അഹമ്മദ് സാഹിബ് അവിടെ കേന്ദ്രമന്ത്രിയായി ഇല്ലേ? കേന്ദ്രമന്ത്രി. അപ്പൊ എന്താ അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത്? മതേതര ഭാരതത്തിന്റെ ചങ്കിനേറ്റ കുത്തെന്നാണ് പറഞ്ഞത്. ഇവിടെ വേങ്ങര ഇലക്ഷനിൽ ജയിച്ച ശ്രീ കുഞ്ഞാലുട്ടി സാഹിബ് വന്നു. അപ്പൊ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? മലപ്പുറത്തിൻ്റെത് വർഗീയ മനസ്സെന്നു അല്ലേ? എല്ലാ വിഭാഗം ആളുകളുടെ വോട്ട് കിട്ടി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലുട്ടി സാഹിബ് ജയിച്ചു വന്നത്.
അന്ന് ഈ പിണറായി വിജയൻ മന്ത്രിസഭാ അംഗം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തിരുത്തിയ മലപ്പുറത്തിന് വർഗീയ മനസ്സാണോ എന്നാണോ CPM-ന്റെ അഭിപ്രായം? ഒരു മന്ത്രി പറഞ്ഞതാണ് പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ. അപ്പം ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്, ദയവ് ഇത് പറയിപ്പിക്കരുത്. നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളല്ലേ വഖഫ് നിയമനം മുഴുവൻ PSCക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം കൊണ്ടുവന്ന്. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞത്? ഞങ്ങളല്ലേ എതിർത്തത്? പൗരത്വ നിയമത്തിനെതിരായി കേസ് കൊടുത്തിരിക്കുന്നത് ആരാ? മുസ്ലിം ലീഗല്ലേ കൊടുത്തിരിക്കുന്നത്? ഇവർക്ക് എന്താ ഇതിൻ്റെ അകത്ത് കാര്യം? അപ്പം തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞപ്പോൾ BJP ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ വടകരയിൽ എന്താ ചെയ്തത്? വടകരയിൽ ബോംബ് പൊട്ടി CPM-കാരുടെ കൈ പോയി. അവിടുത്തെ CPM സ്ഥാനാർത്ഥി വന്നൊരു നുണ ബോംബ് പൊട്ടിച്ചു, അത് ചീറ്റിപ്പോയി. അപ്പൊ അവര് മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു VD സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. കോഴിക്കോട് കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. വെള്ളയിലെ ഷോറൂമിലാണ് അപകടമുണ്ടായത്. മിഥില ബാലൻ ചേരുന്നു വിശദാംശങ്ങളുമായി. മിഥില, തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. എനിക്കിപ്പം ഇവിടെ നാട്ടുകാരുണ്ട്. എന്താണ് ഇവിടെ ഫയർഫോഴ്സ് എത്താൻ വൈകി? എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഫയർഫോഴ്സ് വൈകിയെന്ന് പറഞ്ഞാല് മീഞ്ചെന്നാണ് വരുന്നത് ഫയർഫോഴ്സ്. അതിന്റെ ഒരു സമയം ഡീലെവലത്തുണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ തീ കത്തിന് 3/4 മണിക്കൂറായിട്ട് ഫയർഫോഴ്സ് എത്തിയുള്ളത്. അവരവിടെ വരാനുള്ള സമയം എടുത്തിട്ടുണ്ട്. ഇവിടെ എത്തും ആദ്യം ഒരു ഫോഴ്സാണ് എത്തിയുള്ളത്. 4-5 ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. പിന്നെ നാട്ടുകാർ ചേർന്നിട്ടാണ് തീ കടത്തിയത്. തീ കടത്തി പിന്നെ ഒരു അരമണിക്കൂറായിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഫയർഫോഴ്സും ഓഫീസർമാരും എത്തിയിട്ടുള്ളത്. ഇതിപ്പോ ഒരു 10 മിനിറ്റ് വൈകിണ്ട് ഈ കയർഫട്ടിലേക്ക് തീ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ കിടത്താൻ കഴിയില്ല നമുക്ക്. അത്ര ഡേഞ്ചർ സ്ഥലമാണിത്. അപ്പൊ ഇതുപോലെ സ്ഥലങ്ങൾ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടി ഇത്രേ ഉള്ളൂ. ഇവിടെ നിർബന്ധമായിട്ട് ഫയർ സ്റ്റേഷൻ വേണം. ആരെക്കാണെങ്കിൽ വീടുകളുള്ള സ്ഥലമാണ്. ഒരു സ്ഥലത്ത് തീ പിടിച്ച എല്ലാ സ്ഥലത്തും കയറാൻ പെട്ടെന്ന് നിർബന്ധമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് എന്താണ് ഇവിടെ ഫയർ സ്റ്റേഷൻ വേണം എന്നുള്ളതാണ്. ഇവിടുന്ന് ഒരിക്കലും മാറ്റരുത്. ഗോകുൽ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് ബീച്ചിൽ 8 യൂണിറ്റ് ഉണ്ടായിരുന്ന ഫയർ സ്റ്റേഷൻ ആയിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് 1 യൂണിറ്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഡിലേ ഉണ്ടായി എന്ന് നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ആദ്യം ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പാവങ്ങാട് നിന്ന് ഒരു കോള് വന്നു. ഫസ്റ്റ് ആ ഒരു കോള് വന്നപ്പോൾ അവർ അങ്ങോട്ട് പോയി. പിന്നീട് ഇവിടെ നിന്നും ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായി എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മീഞ്ചന്തയ്ക്കും ഒപ്പം തന്നെ വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനുകളിലേക്കും അറിയിപ്പ് കൊടുത്തു. അത് പ്രകാരം അവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി തീയണയ്ക്കും. അവർ അവിടെ നിന്നും ഇവിടെ എത്തേണ്ട ഒരു കാലതാമസം മാത്രമാണ് നിലവിൽ ഉണ്ടായത് എന്നാണ് ഫയർഫോഴ്സിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിശദീകരണം. എന്തുതന്നെയായാലും പണിക്കർ റോഡ്, വെള്ളയിൽ പണിക്കർ റോഡിലെ കാർ വർക്ക്ഷോപ്പിൽ പെയിന്റിംഗ് ബൂത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഏറെ നേരത്തെ ശ്രമഫലത്തിനൊടുവിലാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. തൊട്ടടുത്തുള്ള നാട്ടുകാർ ഉൾപ്പെടെയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തി തീ അണച്ചത്. നമ്മൾ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന കാഴ്ച എന്നത് തൊട്ടടുത്ത വീടുകളിൽ നിന്നും ബക്കറ്റുകളിൽ വെള്ളം എത്തിച്ച് തീ അണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം 1 യൂണിറ്റാണ്, ഫയർഫോഴ്സിന്റെ 1 യൂണിറ്റാണ് ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീഞ്ചന്തയിൽ നിന്നും വെള്ളിമാടുകുന്നിൽ നിന്നും 5ഓളം യൂണിറ്റുകൾ ഇവിടെ എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പെയിന്റിംഗ് ബൂത്തിൽ കാറുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പുക ഉയർന്ന് കണ്ടപ്പോൾ തന്നെ ഇവിടെ നാട്ടുകാർ എത്തിയാണ് ഇവിടെ നിന്നും മാറ്റിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ജനവാസ മേഖലയാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് എന്നത് ചകിരി ഗോഡൌൺ ആണ്. ഇതിൽ തീപിടുത്തമുണ്ടായാൽ വലിയ രീതിയിലുള്ള ഒരു ഗുരുതര പ്രശ്നത്തിലേക്ക് പോവുകയായിരുന്നു. തീ ആളിക്കത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അത്തരം സാഹചര്യത്തിലേക്ക് പോയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നാട്ടുകാരുടെ ഇടപെടൽ തന്നെയാണ്. നാട്ടുകാർ വളരെ പെട്ടെന്ന് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഒഴിവായത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, അത്തരം കാര്യങ്ങളെല്ലാം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും വളരെ വലിയൊരു പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും വലിയൊരു പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗോകുൽ, ശരി മിഥില, ഏറെ അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്തായിരുന്നു തീപിടുത്തം. ഏതായാലും നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അത് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ നിയന്ത്രിക്കാനായത്. ഫയർഫോഴ്സിൻ്റെയും അഗ്നിരക്ഷാ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയുടെ പ്രതിഷേധം കൂടിയാണ് വെള്ളയിൽ നിവാസികൾ ഇപ്പോൾ നമ്മളുടെ മുന്നിൽ പറഞ്ഞത്. മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. ഭിന്നിപ്പില്ലെന്ന ലീഗ് നേതാക്കളുടെ വാദം തെറ്റ്. ലീഗ് നേതാക്കൾ സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം 24-നോട് പറഞ്ഞു. സമസ്ത ലീഗിന്റെ പോഷക സംഘടനയാണ് എന്നുള്ള ഒരു നിലക്കായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. ആ നില സംസാരിച്ച് പോറാറും ഉണ്ടായിരുന്നു. ജനങ്ങളിലൊക്കെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഭിന്നിപ്പൊന്നുമില്ല എന്ന് പറയും. മുസ്ലിം ലീഗിനോട് ചോദിച്ചാൽ മുസ്ലിം ഇല്ല എന്ന് പറയും. പക്ഷെ എന്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങളത് വലുതാക്കി ഉണ്ടാക്കുന്നുണ്ട് മാധ്യമക്കാർ. ദീപക് ധർമ്മടൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ദീപക്, ഏറെ നാളായി പുകയുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന്
പലപ്പോഴായി പുറത്തു വന്നതാണ് ഈ ഭിന്നിപ്പ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ ഇത്തരം ഒരു പ്രസ്താവന അത് നിർണായകവും സ്വാധീനിക്കുന്നതുമായിരിക്കില്ലേ? ഗോകുൽ, ഇതിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുമ്പോൾ സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തുന്നത്. ഒന്ന്, ലീഗ് നേതൃത്വത്തിലെ ഒരു വിഭാഗം സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുകൂടി പറയുന്നു. ഇതിൽ നമ്മുടെ ആ ബൈറ്റിൻ്റെ പൂർണ്ണ ഭാഗത്തിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഗുരുതരമായ 2-3 കാര്യങ്ങളാണ്, വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമസ്തയ്ക്കെതിരായി ലീഗ് നേതൃത്വം പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, ലീഗ് തിരുത്താൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഭിന്നതയില്ലെന്ന് പറഞ്ഞാലും അണികൾക്കിടയിൽ, സമസ്ത അണികൾക്കിടയിൽ ലീഗിനോട് വെറുപ്പുണ്ടാകുന്നു, തിരുത്താൻ തയ്യാറാകണമെന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു അതിരൂക്ഷ വിമർശനത്തിലേക്ക് കടന്നത് കഴിഞ്ഞ ദിവസം സമസ്ത മുഖപത്രം പൊന്നാനിയിൽ കത്തിച്ചു. സുപ്രഭാതം കത്തിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇടതുമുന്നണിയുടെ പരസ്യം നൽകാൻ അത് നയപരമായി നേരത്തെ ഹൈദരലി തങ്ങളുള്ള കാലം മുതൽ എടുത്ത തീരുമാനമായിരുന്നു സമസ്തയുടേത്. സുപ്രഭാതത്തിൻ്റെ നിലപാടായിരുന്നു. ആ നിലപാടിൽ അനുസരിച്ച് ഇടതുമുന്നണിയുടെ പരസ്യം നൽകിയതിന് അത് UDFിൻ്റെയും പരസ്യം നൽകും. ഈ പരസ്യം നൽകിയതിൻ്റെ പേരിൽ പത്രം കത്തിക്കുന്നു. മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെ കൃത്യമായി കടന്നാക്രമിക്കുന്നുണ്ട്. ലീഗ് ജനറൽ സെക്രട്ടറി സമസ്തയ്ക്കെതിരെ എന്തും പറയും എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഇതൊന്നും കൃത്യമായി നിയന്ത്രിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകുന്നില്ല. മാറ്റേണ്ടവരെ മാറ്റണം, തിരുത്തേണ്ടത് തിരുത്തണം എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. മാത്രവുമല്ല, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ലാപ്പ് പ്രചരണ വേളയിൽ ഇത്തരത്തിൽ ഒരു പരാമർശത്തിന് തയ്യാറാകുന്നത് സമസ്തയ്ക്ക് വലിയ വോട്ട് ബാങ്ക് പ്രത്യേകിച്ചും മലബാറിലുണ്ട്. അത് പൊന്നാനി മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്നു. മാത്രമല്ല, പാലക്കാട് അതുപോലെ പല മണ്ഡലങ്ങളിലും നിർണായകമായ സ്വാധീനം സമസ്തയ്ക്കുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ലീഗിനെതിരായ ഒരു വിമർശനത്തിന് തയ്യാറാകുമ്പോൾ അതിന് തിരഞ്ഞെടുപ്പിൽ പ്രത്യാഘാതം ഉണ്ടാകട്ടെ എന്ന ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു പരസ്യ പ്രതികരണം എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഗോകുൽ, ശരി. ദീപക് ധർമ്മടാണ് വിശദാംശങ്ങൾ നൽകിയതായാലും ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഉന്നയിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ വീണ്ടും രാജി. സംസ്ഥാന വൈസ് ചെയർമാൻ VC ചാണ്ടിയാണ് രാജിവെച്ചത്. 15 വർഷം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിരുന്നു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് ഇദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ? അത് സംബന്ധിച്ച സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഗോകുൽ, ഭാവി രാഷ്ട്രീയ നീക്കം എന്ത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കുന്നു, ജോസഫ് വിഭാഗത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനുള്ള കാരണം മുൻപ് രാജിവെച്ചവർ പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെയാണ്. നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് അത് എടുത്തു പറയുന്നത് മോൻസ് ജോസഫിനെതിരെയാണ്. പക്ഷേ ഈ VC ചാണ്ടി പറയുന്ന മറ്റൊരു കാര്യം, അബു ജോൺ ജോസഫിനെതിരെ കൂടി ഒരു നിലപാട് പറയുന്നു. പാർട്ടിയിൽ കൂടിയാലോചനകളില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇദ്ദേഹവും മുന്നോട്ട് വെക്കുന്നത്. അത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സ്ഥാനാർത്ഥി നിർണയം നടന്നപ്പോൾ ഈ കാര്യമടക്കം എതിർപ്പടക്കം പറഞ്ഞതാണ്. പക്ഷേ തങ്ങളുടെ ആരുടെയും വാക്കുകൾ കേൾക്കാതെയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ട് രാജിവെക്കുന്നു എന്നാണ് ഇപ്പോൾ VC ചാണ്ടി കൂടി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സമിതി അംഗമാണ്. 45 വർഷമായി ജോസഫിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ജോസഫ് ഗ്രൂപ്പിനൊപ്പം ഒരു സജീവമായി പ്രവർത്തിച്ചു നിന്ന വ്യക്തിയാണ്. അവസാന പിളർപ്പിൽ അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ്, പേരാമ്പ്ര കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. ആ വടക്കൻ കേരളത്തിൽ നിന്നുകൂടി ജോസഫ് വിഭാഗത്തിലുള്ള ഒരാൾ രാജിവെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നലെ നമ്മൾ കണ്ടതാണ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജിവെക്കുന്നു. അതിനു മുമ്പ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. എന്തായാലും സജി NDAയിലേക്ക് ചേർന്നെങ്കിലും ഈ ഇന്നും ഇന്നലെയുമായി രാജിവെച്ച 2 നേതാക്കളും ജോസ് കെ മാണി വിഭാഗത്തിലേക്കാണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിനവർ മറുപടി പറഞ്ഞില്ല. ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം, എന്താണ് രാഷ്ട്രീയ ഭാവി എന്നുള്ളത് പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ജോസഫ് ഗ്രൂപ്പിനുള്ളിൽ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. UDFിനെയും ഇത് വലിയ തോതിൽ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഒന്നിനു പിറകെ ഒന്നായി നേതാക്കളുടെ രാജി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ VC ചാണ്ടിയാണ് രാജിവെച്ചിരിക്കുന്നത്. നേതൃത്വം തങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചില്ല എന്നതാണ് ഇവരുടെ എല്ലാം പരാതി. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് പരാമർശമില്ലെന്ന ആരോപണം തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് P. ചിദംബരം. BJP കൊണ്ടുവന്ന എല്ലാ കരിനിയമങ്ങളും റദ്ദാക്കുമെന്നാണ് 22-ാം പേജിലെ പരാമർശം. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ CAA റദ്ദാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ടെന്നും P. ചിദംബരം പറയുന്നു. Even if I say so, I wrote every word of it. I know what we intend to do. The CAA will be repealed, not amended, will be repealed. We have made it clear
Mr. Shashi Tharoor in spoken parliament against the CAA. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. തമിഴ്നാട് മധുരയിൽ ടിഫിൻ ബോക്സ് ബോംബാക്രമണം. 2 പേർക്ക് പരിക്കേറ്റു. ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണം. 2 പേർ പിടിയിലായി. അനീഷ് കെ ശിവദാസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന്. അനീഷ്, വിശദാംശങ്ങൾ. ഗോകുൽ, മധുര ജില്ലയിലെ മേലൂരിനടുത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഗീതാവലി സ്വദേശിയായ നവീൻ കുമാറിനാണ് ടിഫിൻ ബോക്സ് ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ കാറിൽ നിൽക്കുകയായിരുന്ന നവീൻ കുമാറിന് നേരെ അക്രമി സംഘം ടിഫിൻ ബോക്സ് ബോംബ് എറിയുകയായിരുന്നു. കാറിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ വാളുകൊണ്ട് വെട്ടുകയും ചെയ്തു. ഈ നവീൻ കുമാറിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു ക്ഷേത്ര ചടങ്ങുമായി വീരകാളിയമ്മൻ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ബോംബാക്രമണത്തിൽ കലാശിച്ചത്. ഈ ബോംബാക്രമണത്തിൽ നവീൻ കുമാറിന്റെ കാറിന് സമീപം ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളുടെ കഴുത്തിനാണ് പരിക്കേറ്റത്. ഇയാളെയും നവീൻ കുമാറിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ നവീൻ കുമാറിനെ പിന്നീട് മധുരയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ 8 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ കഴിയുന്ന മറ്റു പ്രതികൾക്കായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗോകുൽ, ശരി. അനീഷ് കെ ശിവദാസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തമിഴ്നാട് മധുരയിലാണ് ടിഫിൻ ബോക്സ് ബോംബാക്രമണം. 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.